ഹായ്, മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീമായിരിക്കും മുംബൈ ഇന്ത്യൻസ്. പക്ഷേ റിസൾട്ടിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം നോക്കുവാണെങ്കിൽ 10ാം സ്ഥാനത്ത് വന്ന ടീമാണ് മുംബൈ ഇന്ത്യൻസ്. ഹർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മ എന്നുവേണ്ട സർവ്വസന്നാഹവുമായിട്ട് ഇറങ്ങിയ കഴിഞ്ഞ വർഷത്തെ മുംബൈ ഇന്ത്യൻസിന് പോലും ഒരു പ്രതീക്ഷിച്ച റിസൾട്ട് കണ്ടെത്താനായിട്ട് പറ്റിയില്ല. അതിന് ഒരുപക്ഷെ ഒരുപാട് ഇൻറ്റേർണൽ റീസൺസ് ഉണ്ടാവും, ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, നമുക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല. പക്ഷേ മുംബൈ ഇന്ത്യൻസ് പഴയ മുംബൈ ഇന്ത്യൻസ് അല്ല കുറച്ച് നാളായിട്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് പണ്ട് പൊളാർഡും ബൂംറയും ഹർദിക് പാണ്ഡ്യയും രോഹിത് ശർമ്മയൊക്കെ ഉണ്ടായിരുന്ന പീക്ക് ടൈമിലുണ്ടായിരുന്ന ആ ഒരു മുംബൈ ടീമിൻ്റെ ഒരു വൈബ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ IPL ശേഷമാണ് T20 വേൾഡ് കപ്പ് നടന്നത്. ആ T20 വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടു രോഹിത് ശർമ്മ അതുപോലെ ഹർദിക് പാണ്ഡ്യ എല്ലാം ഭയങ്കര ഇമോഷണലി ആ വിൻ ചെയ്തതിന് ശേഷം ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവുന്നത് നമ്മൾ കണ്ടു. ആ ഒരു കണക്ഷൻ ഇപ്പോൾ ഈ വർഷം ഈ IPL മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാമ്പിൽ ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഉറ്റുനോക്കുന്നൊരു കാര്യം. വില മതിക്കാൻ പറ്റാത്തത്ര കോൺട്രിബ്യൂഷനാണ് ഹർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞ പ്ലെയർ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മയ്ക്ക് കൊടുത്തത് കഴിഞ്ഞ T20 വേൾഡ് കപ്പിലായാലും ഈ ചാമ്പ്യൻസ് ട്രോഫിയിലായാലും. അപ്പോൾ ഈ ഒരു IPL ടൂർണമെൻറ്റിൽ ഹർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞ ക്യാപ്റ്റന് 100% കൊടുക്കാൻ രോഹിത് ശർമ്മയും തീർച്ചയായിട്ടും മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കും. അതുപോലെ തന്നെ മറ്റു പ്ലേയേഴ്സും സൂര്യകുമാർ യാദവ് ആയാലും ബുംറ ആയാലും തിലക് വർമ്മ ആയാലും എല്ലാവരും ചേർന്നുള്ളൊരു പഴയ മുംബൈ ഇന്ത്യൻസിനെ നമുക്ക് ഈ സീസണിൽ കാണാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ കഴിഞ്ഞ റിട്ടൻഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ കോറിനെ അവർ, അതായത് ബാറ്റിംഗ് ലൈനപ്പിനെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒബ്വിയസ്ലി ബുംറയുണ്ട്. പോരാത്തതിന് ഇപ്പോൾ ഈ വർഷം ഓപ്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം കുറച്ച് വീക്കായിരുന്ന അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് പീയൂഷ് ചാവള വെച്ചിട്ടായിരുന്നു 1-2 വർഷം അഡ്ജസ്റ്റ് ചെയ്ത് അവർ പോയിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സ്ട്രോങ് ആണ്. സാറ്റ്നർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മുജീബ് ഉണ്ട് അവരുടെ ടീമിൽ. ശരിക്കും അല്ലാ ഗസൻഫാറിന് പകരമായിട്ടാണ് മുജീബ് വരുന്നത്. അല്ലാ ഗസൻഫാർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച്. എന്തായാലും നമുക്ക് ഇവരുടെ ഒരു ഓവറോൾ സ്കോഡും അതുപോലെ തന്നെ പ്ലേയിങ് 11 നോക്കിക്കൊണ്ട് മറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. രോഹിത് ശർമ്മ എന്താണോ ഇന്ത്യക്ക് ഇപ്പോൾ കഴിഞ്ഞ T20 വേൾഡ് കപ്പിലായാലും ഈ ചാമ്പ്യൻസ് ട്രോഫിയിലായാലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയായിരിക്കും ഈ വർഷം IPL മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ചെയ്യാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് ഓവർ തൊട്ട് അടിക്കുക, മാക്സിമം റൺസ് കണ്ടെത്തുക എന്നുള്ളൊരു സ്ട്രാറ്റജി തന്നെയായിരിക്കും രോഹിത് ശർമ്മ എന്ന് പറഞ്ഞ ബാറ്റ്സ്മാൻ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഈ വർഷം ചെയ്യാൻ പോകുന്നത്. ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മയുടെ കൂടെ റിക്കിൾട്ടൺ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ വിൽ ജാക്സ് ആവാം. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇവർ ആരെ കളിപ്പിക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിൽ ജാക്സിനെ കളിപ്പിക്കുന്നതായിരിക്കും ബെറ്റർ. ഇഫ് ഇവർ റോബിൻ വിൻസിനെ എന്തായാലും താഴെ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ വിൽ ജാക്സ് ആയിരിക്കും ബെറ്റർ. കാരണം ഒരു ബോളിംഗ് ഓപ്ഷനും കൂടെ ഇവർക്ക് കിട്ടും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ കുറച്ച് നാളായിട്ട് ഇന്ത്യൻ T20 ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. നമ്പർ 3 ചിലപ്പോൾ സൂര്യകുമാറിന് വരാം, അല്ലെങ്കിൽ നമ്പർ 3 തിലക് വർമ്മയ്ക്ക് വരാം. ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർക്ക് ആ ഒരു കാര്യം ഫ്ലെക്സിബിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇവർക്ക് രണ്ടുപേർക്കും. സൂര്യകുമാർ യാദവ് കുറച്ച് കാലങ്ങളായിട്ട് ഫോം ഔട്ടാണ്. പക്ഷേ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് അധികം ഇൻ്റർനാഷണൽ മാച്ചസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടായിരിക്കും സൂര്യകുമാർ യാദവ് വരുന്നത്. ഒരു പക്ഷേ പഴയ ഒരു സൂര്യകുമാർ യാദവിൻ്റെ പെർഫോമൻസ് ഈ വർഷം കാണാൻ സാധിച്ചേക്കാം. തിലക് വർമ്മ ഒബ്വിയസ്ലി ബ്ലിസ്റ്ററിങ് ഫോമിലാണ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫോം തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിലും കാണിക്കുമെന്ന് നമുക്ക് കരുതാം. ഹർദിക് പാണ്ഡ്യ മാസ് ആസ് ഓൾവേസ് ക്യാപ്റ്റനാണ്. സ്വാഭാവികമായിട്ടും പുള്ളിയുടെ മാസ് ഷോ എന്തായാലും ആ ഒരു പൊസിഷനിൽ ബാറ്റിങ്ങിൽ ഉണ്ടാവും. ഹർദിക് പാണ്ഡ്യ കഴിഞ്ഞാൽ നമൻദീർ ഉണ്ട്, അതിനുശേഷം റോബിൻ മിൻസ്. നമൻദീർ അത്യാവശ്യം നന്നായിട്ട് ഹിറ്റ് ചെയ്യുന്ന ബാറ്റ്സ്മാനാണ്, നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്. അതിനുശേഷം റോബിൻ മിൻസ് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, ഇപ്പോൾ ഫസ്റ്റ് മാച്ചിൽ ഹർദിക് പാണ്ഡ്യയ്ക്ക് കളിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ബൂംറ പരിക്കായിട്ട് എന്ന് വരുമെന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവരുടെ ഒരു പ്ലേയിങ് 11 കോമ്പിനേഷൻ ഒരുപാട് വ്യത്യാസം വരും. ബൂംറ ഉണ്ടെങ്കിലും ബൂംറ ഇല്ലെങ്കിലും വ്യത്യാസം വരും. അതുപോലെ തന്നെ ഫസ്റ്റ് മാച്ചിൽ ഹർദിക് പാണ്ഡ്യ ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ കളിപ്പിക്കും എന്നുള്ളതൊരു കൺഫ്യൂഷനാണ്. ഇവിടെ ഹർദിക് പാണ്ഡ്യ ഉണ്ടെന്നുള്ള അസംഷനിലാണ് ഞാൻ ഈ 11 ഇട്ടിരിക്കുന്നത്. റോബിൻ മിൻസ് നന്നായിട്ട് ഹിറ്റ് ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാനാണ്. അതുപോലെ തന്നെ സാറ്റ്നർ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റും, ദീപക് ചാഹറിന് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ വളരെ ഡെപ്ത് ഉള്ളൊരു ബാറ്റിംഗ് ലൈനപ്പാണ് മുംബൈക്ക് ഈ വർഷം. അപ്പോൾ ഓവറോൾ ബാറ്റിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഓർഡർ വളരെ സ്ട്രോങ് ആണ്. രോഹിത് ശർമ്മയുണ്ട്. അതുപോലെ മിഡിൽ ഓർഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ശക്തമായിട്ടുള്ളൊരു മിഡിൽ ഓർഡർ ഉണ്ട്. പിന്നെ ടൈലൻഡ് അത്യാവശ്യം ഡീപ്പായിട്ട് ബാറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മുകളിലുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കളിക്കാനായിട്ട് പറ്റും. സ്വാഭാവികമായിട്ടും ഹൈ സ്കോറിംഗ് മാച്ചുകളിൽ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പോൾ സൺറൈസേഴ്സ് പോലുള്ള ടീമിനോടൊക്കെ കളിക്കുമ്പോൾ ഇവർക്ക് മുകളിലുള്ള ബാറ്റ്സ്മാൻമാർക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും, ഓൾ ഇൻ പോകാൻ പറ്റും. കാരണം അവരുടെ ആ ഒരു ബാറ്റിങ്ങിൻ്റെ ഡെപ്ത് കാരണം. ഇനി ഇവർക്ക് ബാറ്റിംഗ് കുറച്ചും കൂടെ സ്ട്രെങ്തൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഓവർസീസ് പ്ലെയർ ആയിട്ടുള്ള ബെവോൺ ജേക്കബ് ഉണ്ട്, പുള്ളിയുടെ 11 ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമ്പാക്ട് സബായിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റിങ്ങിലും അതുപോലെ തന്നെ അത്യാവശ്യം
ബോൾ ചെയ്യുന്നൊരു ഓൾറൗണ്ടറും കൂടെയാണ്. ഇനി ഇവരുടെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ബൂംറ എത്ര കളി മിസ്സാവും എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ് ഇവരുടെ ബോളിങ്ങിനെ സംബന്ധിച്ച്. ഇനി ബൂംറ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ബോളിംഗ് 100% സെറ്റാണ്. ഇപ്പോൾ പവർ പ്ലേയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് പവർ പ്ലേയിൽ എറിയാൻ പറ്റുന്ന ഗൺ 2 ബോളേഴ്സാണ് ഉള്ളത്. ഒന്ന് ട്രെന്റ് ബോൾട്ടും അതുപോലെ തന്നെ ദീപക് ചഹറും. ഇവർ രണ്ടുപേരും ബാംഗ്ലൂരുടെ കണ്ടീഷനിൽ പവർ പ്ലേയിൽ എറിയാൻ നന്നായിട്ട് ബോൾ മൂവ് ചെയ്യാൻ പറ്റുന്ന ബോളേഴ്സാണ്. വിക്കറ്റ്സ് പവർ പ്ലേയിൽ ഉറപ്പായിട്ട് ഇവർക്ക് കിട്ടും. ട്രെന്റ് ബോൾട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം മുംബൈയിലേക്ക്. മുംബൈയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പണായിരുന്നു അവർക്ക് മിസ്സായി പോയത്. ഇപ്പോൾ അവർ തിരിച്ച് ആ ഒരു ട്രെന്റ് ബോൾട്ടിനെ ടീമിലേക്ക് തിരിച്ചെടുത്തിരിക്കുകയാണ്. ഇനി മിഡിൽ ഓവേഴ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഹർദിക് പാണ്ഡ്യ ഉണ്ട്, അതുപോലെ തന്നെ സാറ്റ്നർ ഉണ്ട്. ഇനി മുജീബിനെ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മുജീബ് ഒരു പവർ പ്ലേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറാണ്. ഒരു ഏർലി ഡെത്ത് വരെ എറിയാൻ പറ്റുന്ന ഒരു ബോളറാണ് മുജീബ്. ഇനി വിൽ ജാക്സ് കളിക്കുന്നുണ്ടെങ്കിൽ വിൽ ജാക്സിന് ഒരു 2-3 ഓവർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറാണ്. അതുപോലെ തന്നെ വിഘ്നേഷ് പുത്തൂർ എന്ന് പറഞ്ഞൊരു ചൈനാമാൻ ബോളർ, മലയാളി ബോളർ ബാക്കപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കരൺ ശർമ്മയുടെ ബാക്കപ്പ് ഉണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ച് കുറച്ച് കൺസേൺ ഉള്ളത് ബൂംറ കളിക്കാത്ത മാച്ചുകളിൽ ഡെത്ത് ഓവർ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്. ഹർദിക് പാണ്ഡ്യ കുറച്ചും കൂടെ ഭാരം എടുക്കേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ബൂംറയ്ക്ക് പകരം കോർബിൻ ബോഷാണ് കളിക്കുന്നുണ്ടെങ്കിൽ ബോഷ് ഡെത്ത് ഓവർ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ഏരിയയിൽ കുറച്ചൊരു കൺസേൺസ് ഉണ്ടാവും ബൂംറ ഇല്ല എന്നുണ്ടെങ്കിൽ. ഇനി അഥവാ ബൂംറ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഏരിയയിലും 100% സ്ട്രോങ് ആണ് മുംബൈ ഇന്ത്യൻസ്. ബൂംറയ്ക്കൊന്നും ഒരു ഫസ്റ്റ് ഹാഫിൽ എറിയേണ്ടിയേ വരത്തില്ല, കാരണം അതിന് തക്കതായിട്ട് ബോളർ അവിടെ തന്നെ മുംബൈ ഇന്ത്യൻസിനുണ്ട്. ബൂംറയ്ക്ക് ഡെത്ത് മാത്രം എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്താൽ മതിയാവും. അപ്പോൾ ഒരു ബൂംറയുടെ ഒരു 3 ഓവർ ഡെത്തിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ എതിർ ടീമിൽ ബാറ്റ് ചെയ്യുന്ന ടീമുകളെ സംബന്ധിച്ച് വളരെ വലിയ സ്ട്രഗിൾ ആയിരിക്കും ആ 3 ഓവർ. ഈ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ അല്ല ഇവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ്, സാറ്റ്നറിന്റെ വിറകോട്, അതുപോലെ തന്നെ മുജീബിന്റെ അവൈലബിലിറ്റി, അതുപോലെ തന്നെ വിഘ്നേഷ് പുത്തൂർ എന്ന് പറഞ്ഞ ബാക്കപ്പ് ബോളറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ, ഇനി വിൽ ജാക്സ് എന്ന് പറയുന്ന ഒരു ഹാൻഡി ആയിട്ടുള്ള ബോളറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ മുംബൈയുടെ ടീമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ്, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോളിംഗ് ലൈനപ്പ് ഒക്കെ ആയിട്ട് ഒരു ടോപ്പ് ക്ലാസ് ടീമിനെ തന്നെയാണ് മുംബൈ ഈ വർഷം എടുത്തു വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ബൂംറ ടീമിലേക്ക് ജോയിൻ ചെയ്യുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിന് ടോപ്പ് 4 കയറാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇല്ലാന്നുണ്ടെങ്കിലും ബൂംറ ഇല്ലാതെ തന്നെ ടോപ്പ് 4 കയറാൻ കേപ്പബിലിറ്റി ഉള്ളൊരു ടീം തന്നെയാണിത്. പക്ഷേ ഒരുപക്ഷെ സ്ട്രഗിൾ ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്ലെയേഴ്സ് തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടാണ്. ഈ വർഷം ഈ പ്ലെയേഴ്സ് എല്ലാം ഇമോഷണലി ബോണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ, ഇമോഷണലി ഒരു പഴയ മുംബൈ ഇന്ത്യൻസിൻ്റെ വൈബ് കൊണ്ടുവരാൻ ആ ഒരു ക്യാമ്പിന് പറ്റുമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ജയവർദ്ധനെയൊക്കെ ഹെഡ് കോച്ചായിട്ട് തിരിച്ചു വന്ന സ്ഥിതിക്ക് ആ ഒരു പഴയ മുംബൈയുടെ ആ ഒരു വൈബ്, ആ ഒരു ഫൈറ്റിംഗ് വൈബ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടീമാവും. പ്രത്യേകിച്ചും സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, അതുപോലെ തന്നെ രോഹിത് ശർമ്മ ഒക്കെ എക്സലൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇവരെല്ലാം ഒന്ന് പെർഫോം ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഈ സീസൺ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സൺറൈസേഴ്സിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പായിട്ട് മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് ലൈനപ്പ് മാറും. ഒന്ന് ഓർത്ത് വയ്ക്കുക, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ ഇവരൊക്കെ ഒന്ന് ഫോം ആയി കഴിഞ്ഞാൽ, എൻ്റെ കൂട്ടത്തിൽ വിൽ ജാക്സോ അല്ലെങ്കിൽ റിക്കിൾട്ടണോ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ. ഇനി ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ബൂംറ തിരിച്ചു വന്നാൽ ഗൺ ബോളിംഗ് ലൈനപ്പാണ്. സ്പിന്നേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു 100% ഉറപ്പിച്ച് തരാൻ പറ്റുന്നൊരു ബോളറാണ് സാറ്റ്നർ. ബാറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ മുജീബുർ റഹ്മാൻ, ഈ ചെന്നൈ പോലുള്ള പിച്ചുകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മുജീബുർ റഹ്മാൻ. ഇനി കുറച്ച് വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ വിഘ്നേഷ് പുത്തൂറിനെ പോലുള്ള, ബാക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ കരൺ ശർമ്മയെ പോലുള്ളവർ, അങ്ങനെ മൊത്തത്തിൽ ഫുൾ പാക്ഡ് ആണ് മുംബൈ ഇന്ത്യൻസ്. ഒരേ ഒരു പ്രശ്നം, ബൂംറ എത്ര കളി മിസ്സാവും, ബൂംറ ഉണ്ടാവുമോ എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ മുംബൈ സംബന്ധിച്ച്. ഇല്ലാന്നുണ്ടെങ്കിൽ സീൽഡ് ടോപ്പ് 4 ഈ വർഷം മുംബൈ ഇന്ത്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് മുംബൈ ഇന്ത്യൻസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു ടീമിൻ്റെ പ്രിവ്യൂമായിട്ട് വീണ്ടും കാണുന്നിടം വരെ